നമ്മുടെ കോട്ടയ്ക്കകം റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചു വരുന്ന ക്രാഫ്റ്റ് അതിൻ്റെ 4ാമത്തെ പതിപ്പിലേക്ക് കടക്കുകയാണ്. മറ്റ് റെസിഡൻസ് അസോസിയേഷനിൽ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ചില പ്രവർത്തന രീതികളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയ്ക്കകം റെസിഡൻസ് അസോസിയേഷൻ. ഇവിടെ നമുക്ക് എടുത്ത് പറയാവുന്ന ക്രാഫ്റ്റാണ് കോട്ടയ്ക്കകം റെസിഡൻസ് അസോസിയേഷൻ്റെ ഫെസ്റ്റിവൽ ഓഫ് തോട്ട്സ്. തിങ്ക്, ടോക്ക്, ട്രാൻസ്ഫോം. ആ ലിസ്റ്റ് ഓഫ് ഗസ്റ്റിനെ കണ്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം ആളുകൾ ഇവിടെ ഷെയർ ചെയ്യാൻ വരുന്നു, അവരുടെ എക്സ്പീരിയൻസസും നോളജും എല്ലാം. ഒരു വലിയ സംഭവമാണ്. നമുക്ക് കൊച്ചിലേക്ക് ഇങ്ങനത്തെ ഒരു കോൺഫ്ലുവൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം നമുക്ക് ഓൾറെഡി ഇത്രയും സാംസ്കാരികമായിട്ടൊക്കെ നമ്മുടെ നറിഷ്ഡ് ആയിട്ടുണ്ട് തൃപ്പൂണിത്തുറയിൽ. അത് ഞാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനത്തെ ഓരോ ഇവൻറ്റ്സിൽ കുറച്ച് കുട്ടികൾ കുറവാണെന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ വരുമായിരിക്കും അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിലിപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് കുറച്ച് യങ്കറായിട്ടുള്ള ജനറേഷനാണ്. അത് ഒരു ഉത്സവം മാതിരി തന്നെ ഇവിടെയും കുട്ടികളിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോപ്പും ഒരു വിഷും. ആൻഡ് ഐ എം ഷുവർ ഇറ്റ് ഇസ് ഗോൺ ടു ഹാപ്പൻ. ഞാൻ ഫസ്റ്റ് എഡിഷനിൽ ഇവിടെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വെൻ ഐ എം ലുക്കിംഗ് അറ്റ് ദ സ്കെയിൽ, ഇറ്റ്സ് ഓൾറെഡി ബിക്കം സച്ച് എ ബിഗ് സ്കെയിൽ. അപ്പോൾ ഐ എം ഷുവർ ഇറ്റ് വിൽ ഗ്രോ ടു ബിക്കം സംതിങ് ദാറ്റ്സ് വെരി ഇൻഫ്ലുവൻഷ്യൽ, ലൈക്ക് KLF കായോ മാതിരി ആവട്ടെ എന്ന് ഞാൻ ഐ എം ജസ്റ്റ് ഹോപ്പിംഗ് ലൈക്ക് ദാറ്റ്. Thank you.